അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ കേക്ക് പുട്ടിൻ്റെ റെസിപ്പിയാണ്, രണ്ടും പറയാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത്. അപ്പോൾ കേക്കുകളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് പുട്ട് അല്ലെങ്കിൽ പുട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പുട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ചെയ്യുന്നത്, ആ ഒരു കേക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ബൗളിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഒഴിക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരില്ല. അപ്പോൾ മുട്ട പൊടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും ഇതുപോലെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. അപ്പോഴുള്ള നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് ആവശ്യത്തിന് കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റാസ്ബെറി റെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കളറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഞാനിവിടെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഒരു ബാച്ച് അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ബട്ടർ മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ആകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ബാച്ച് കംപ്ലീറ്റ് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബട്ടർ മിൽക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പൊടിയും ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 30 മിനിറ്റ് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈമിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായിട്ട് വരും. അപ്പോൾ ഓവനിലല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് ചൂടാക്കിയിട്ട് നമ്മൾ സാധാരണ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു പാത്രം നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതാ കേക്ക് ഇവിടെ ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഓവനിൽ വെക്കുമ്പോൾ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കളർ മാറുള്ളൂ. ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ ലെയർ ആക്കുന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനൊക്കെ ആവശ്യം വേണ്ടത് പുട്ടുകുറ്റിയാണ്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പുട്ടുകുറ്റി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് നിങ്ങൾക്ക് ലെയറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ആ ഒരു പുട്ട് കഷ്ണത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് നമ്മുടെ പുട്ട് കേക്ക് തയ്യാറാക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ടുകുറ്റി വെച്ചിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് വലിപ്പം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള കട്ടർ കളന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു കേക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസിൻ്റെ ധാരാളമാണ് ഈ ഒരു കുറ്റിയിലേക്ക്. പിന്നെ നമുക്ക് കുറ്റിയിൽ ചില്ല് വേണം കേട്ടോ. ചില്ല് എന്തായാലും വേണം. അപ്പോൾ ഈ ഒരു ചില്ലിലേക്ക് നമ്മൾ ആദ്യം ഇതുപോലെ കുറച്ചൊരു ക്രീം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പീസ് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കേക്കിന് ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയെടുക്കാം. വെറ്റാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് വെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കുത്തുമ്പോൾ നല്ലൊരു കളറിലും അതുപോലെ നല്ലൊരു ടെക്സ്ചറിലൊക്കെ കിട്ടാൻ ഇതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ചില്ലുള്ള ഭാഗം അടിയിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ പുട്ടുകുറ്റിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുറ്റിയുടെ കറക്റ്റ് അളവിലായതുകൊണ്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ഉള്ളിലേക്ക് പോവുക. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചാടിപ്പോവില്ല. ഒന്ന് നമ്മൾ മുകളിൽ നിന്ന് ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ താഴേക്ക് പോയിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ കേക്ക് ക്രീം കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ക്രീം നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് സാധാരണ വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്രീം ചീസൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതുപോലെ ലെയറിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് കേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കേക്ക് പീസ് ഞാൻ കയ്യിലെടുത്തിട്ട് തന്നെ ഒന്ന് വെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ താഴേക്ക് പോകണ്ടേ, നമുക്കിതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ ക്രീമും പൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെയറിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മൂന്നാമത്തെ പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ ഫില്ലാവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്യാപ്പും കൂടെ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടുള്ളൂ, ഗ്യാപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടും ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് താഴേക്ക് പോകും കേട്ടോ. എന്നിട്ട് കൂടുതലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ അടിയിൽ നമ്മുടെ ആ ഒരു ചില്ലിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ക്രീമൊക്കെ പുറത്തേക്ക് വരും, ആ ഒരു ലെയറിലുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇതുപോലെ ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ലെയറിൽ സാധാരണ ചെയ്തതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെറിയൊരു പീസ് മതി കേട്ടോ. കാരണം ഇത്രേ ഭാഗമുള്ളൂ ഇനി ഈ ഒരു കുറ്റി ഫില്ലാകാൻ. കുറ്റി ഫില്ലാകുന്നത് വരെ നമ്മൾ കേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പീസിനെ ഞാനിതാ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമും കൂടെ ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മുകൾ ഭാഗം ഒന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. ഒരു 1/2 മണിക്കൂർ, ഒരു 3/4 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു 2 പീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ചോക്ലേറ്റൊക്കെ മെൽറ്റായി നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള പുട്ടുകുറ്റി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുത്തി നോക്കാമെന്നോ അല്ലെങ്കിൽ പുട്ട് തള്ളി കൊടുക്കാമെന്നൊക്കെ പറയും കേട്ടോ. ഓരോ ഭാഗത്തും ഓരോന്നാവും പറയുക. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിവിടെ പുട്ട് കുത്തുക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് പുട്ടിതാ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് അതായത് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമായിരുന്നു നമ്മുടെ പുട്ട് ഐസ്ക്രീം. അതും നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.